എത്ര വർഷമായി? നേരെ ചൊവ്വ സത്യം പറഞ്ഞ ഒരെണ്ണം പോലും ആയിട്ടില്ല. സത്യം പറ, എത്ര വർഷമായി? 101. മതി നേരെ കിടന്ന് ഊരിനത് കയറി വാ. അച്ഛാ ശരിക്കും ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയത് അറിയാവാ? 25 ജിലേബി മുമ്പ് വെച്ചേട്ടാ തിന്നോ? അച്ഛൻ രാവിലെ കൊതിപ്പിക്കല്ലേ. നാളെ രാവിലെ എങ്ങാനും ഈ പേരും പറഞ്ഞ് എന്നെ വിളിച്ചോണർത്തിയ സത്യമായിട്ടും കേശു നീ അപ്പ എന്റെ തന്നെ സ്വഭാവം. മക്കളെ എക്സസൈസ് ചെയ്യണൊക്കെ നല്ലതന്നെ. എക്സസൈസ് ഒക്കെ നല്ല തന്നെ, പക്ഷെ ഇവന്റെ കോപ്രായം കൊണ്ടെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നേരെ ചൊവ്വ പുഷ പോലെ അവനെ കൊണ്ട് എടുക്കാൻ പറ്റണം. ഇതാര് കാണിക്കാനാണോ ചെയ്യണേ? ഇതാണ് കൈപ്പോര്. ഇത് ശരീരം നന്നായിട്ട് ഇളകും. മക്കളെ വീസറാ കേറിപ്പോ. കേറ്. ഇത് കൈപ്പോരും കാൽപ്പോരും ഒന്നും അല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്ന വെറും പോരാ. മക്കളെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യണേ? അല്ല അച്ഛാ, ഇനി എന്റെ ശരീരം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഒന്നും അല്ലെങ്കിൽ ഇവര് വലുതായി വരുമ്പോ ഇവർക്ക് സംരക്ഷണമായിട്ട് അച്ഛനോട് നിൽക്കേണ്ടത് ഞാനല്ലേ, അച്ഛന്റെ കൂട്ട് നിൽക്കേണ്ടത് ഞാനല്ലേ. അപ്പോ ഈ ശരീരം ഒന്ന് മെരുക്കി എടുക്കണം. ഇപ്പൊ എന്നോട് ചെയ്യാൻ പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അച്ഛൻ നേരത്തെ പറഞ്ഞേ. മുമ്പിൽ എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുത്ത് വീടുങ്ങും. അതന്നെ മക്കളെ, ഇപ്പോഴ് ഈ ചെറുപ്പത്തിലെ കഠിനമായ വ്യായാമങ്ങളും ചെയ്തുവിടാം. ശരീരം മുരടിച്ചു കുറച്ച് പ്രായമൊക്കെ ആവട്ടെ, അപ്പൊ ചെയ്യാം. എത്ര പ്രായം പറഞ്ഞ? ഒരു 15 വയസ്സ് കഴിഞ്ഞ് ചെയ്യാം. ഒരു 18 വയസ്സാകുമ്പോൾ ജിമ്മിൽ പോവാം. അതെ, ഇപ്പൊ ചെയ്യാൻ എന്തെന്നറിയാമോ വ്യായാമം? ഈ ശ്വസന വ്യായാമം ഉണ്ട്, ശ്രദ്ധിച്ചോ. കുട്ടികൾക്ക് നല്ലതാണ്. ശ്രദ്ധിച്ചോ. ശ്വാസം പിടിച്ചിരിക്കുമ്പോ ചിരിപ്പിക്കല്ലേ. നീ വാങ്ങിക്കുവേ മക്കളെ, ചെയ്യടാ. ശ്വാസം പിടി. ഇവിടെ ഹോൾഡ് ചെയ്യ്. ഇവിടെ ഹോൾഡ് ചെയ്തേ. വിടരുത്. എന്നിട്ട് പതുക്കെ തിരിച്ച് പിടി. വിട്. ഹോൾഡ് ചെയ്യ്. പതുക്കെ റിലീസ് ആവും. വിട്. അച്ഛൻ വിടാൻ പറ്റത്തില്ല. എന്ത് പറ്റിയടാ? വിട്ട പ്രശ്നം. എന്ത് പ്രശ്നം? കണ്ടാ, നമുക്ക് രാവിലെ എണീക്കുമ്പോ ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയില്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്താൽ ബാത്റൂമിൽ പോകും. നീ ചെയ്. പോയതാ. അതെ, ഒന്നുകൂടെ പോണ്ട. എനിക്ക് പോണമെന്നില്ല. എന്നാ ഞാൻ പോവാ. Throwing up a Gino like a mad casino. I'm all fancy, you're popping pala. I'm in the El Camino when they pull up the casino, baby. I'm a really G, baby. I'm from G. I'm missing with the clicks. Don't meet me in the 6th floor, no. I don't let me take my 6th. Hey, windows down, speakers down. Turn on my sneakers now. I got upset in the picture. എന്തൊക്കെയാണ് ഇത്? റാപ്പാണിത്. റാപ്പ് കേട്ടിട്ടില്ല? നമ്മൾ അടിപൊളിയല്ലേ? അടിപൊളി. നീ എന്താ പാടിപ്പാടി അവനെ പോലെ എല്ലാരും വിറപ്പിക്കാൻ തുടങ്ങിയ ഇപ്പൊ? ആരെ പോലെ? കേശുവിനെ പോലെ? ഹലോ, ഗുഡ് മോർണിംഗ്. എവിടെ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇന്ന്. ആണോ? അതിന് ഇന്ന് 4-ാം തീയതി അല്ലല്ലോ, നാളെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ വന്നോളൂ. ഓക്കെ ശരി. ആരാണ്? ഹൗസ് ഓണറാ. പുള്ളി വാടക മേടിക്കാൻ വരണുണ്ടെന്ന്. ഇന്നാ? സാധാരണ 5-ാം തീയതി രാവിലെ പറഞ്ഞില്ലേ, ഇന്ന് 4-ാം തീയതി. അത് പുള്ളി ഇന്ന് ടൗണിൽ എവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി അത് മേടിക്കാൻ വേണ്ടി നാളെ വരണ്ടേ. അപ്പൊ അതിന് നല്ല ഇന്ന് മേടിച്ചിട്ട് അങ്ങ് പോവാല്ലോ. ഒരു കാര്യം ചെയ്യും, നീ ATM കാർഡ് എടുത്തിട്ടെ ഒരു 14,000 രൂപ എടുത്തുണ്ടോ? എന്നാ 14,200 എടുത്തോട്ടെ. അതിന് 200, 14,000 അല്ല വാടക കൊടുക്കേണ്ടത്. അല്ല, 200 എനിക്ക് അത്യാവശ്യമായിട്ട് വേണം. എന്നാ പിന്നെ എടുത്തോ. അങ്ങനെയാണെങ്കിലേ 14,300 എടുത്തു. അതിന് 300. 200 നിനക്ക് 100 എനിക്ക്. എന്തിന്? എനിക്ക് ആവശ്യമുണ്ട്. എന്താ ആവശ്യം? എനിക്ക് പല ആവശ്യമുണ്ട്. നീ പറഞ്ഞ കേൾക്കൊന്നും വേണ്ടതേ. അമ്മ പറഞ്ഞാൽ മനസ്സിലായല്ലോ, എടുത്താൽ മതി. അതിന് ഞാനിപ്പോ സമ്മതിച്ചു നിനക്ക് പൈസ തരാന്ന്. അല്ല, ഞാൻ പൈസ എടുക്കാൻ പറഞ്ഞപ്പോ അമ്മ ഒന്നും മിണ്ടിയില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അമ്മ സമ്മതിച്ചെന്നല്ലേ? നീ 14,200 എടുത്താൽ മതി. അതെന്ത് ന്യായമേ? ഇവൻ കാശ് ചോദിച്ചോടനെ എടുത്ത് കൊടുക്കാൻ സമ്മതിച്ചല്ല. എന്റെ കാര്യം എന്താ, കഥ മാറി. ശരി, ഞാൻ പോയിട്ട് വരാന്ന്. 14,300 എടുത്തോ. വേണ്ട. എന്താ? എനിക്ക് പൈസ വേണ്ടെന്ന്. നിനക്ക് പൈസ തരാന്ന് ഞാൻ പറഞ്ഞ. നാളെ എനിക്ക് രാവിലെ പോവാൻ വണ്ടിക്കാശ് വേണം, അതെന്നെ എടുക്കാൻ പറഞ്ഞ. അയ്യോ, ചോദിച്ച് മേടിക്കാനുള്ള രാവിലെ തന്നെ കഷ്ടം. ഇറങ്ങി പോക്കോ, ഇല്ലെങ്കിൽ കാക്കക്കോണില്ലേ വലിച്ച് പറിച്ചു കളഞ്ഞ്. ചമ്മീച്ച് എന്റെ വെക്കിട്ട് ഇറപ്പും. അച്ഛാ, എന്താ അച്ഛാ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നേ? ഇതൊക്കെ എന്താ എടുത്ത് മാറ്റി വെക്കുന്നേ?
അച്ഛനെ പഴയ സാധനങ്ങൾ കൊടുത്തിട്ട് കുറച്ച് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു. പഴയത് കൊണ്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റൂലടാ. തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചത്. ഓ എല്ലാം കേടായി. അടിച്ചു പറ്റിക്കൊണ്ട് പോവല്ലേ ഇതെങ്കിലും. ഇല്ല അച്ഛാ, ആ ഞാൻ അടിച്ചു മാറ്റരുതെന്ന് പറഞ്ഞിട്ടില്ലേ. ആ ബാലുവേ, ആ ഹൗസ് ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നേ, ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതിന് ഇന്ന് 4 ആയുള്ളൂ. ആ പുള്ളി ഇവിടെ ജംഗ്ഷനിൽ എന്തോ മേടിക്കാൻ വന്നത്, ജംഗ്ഷനിലല്ല ടൗണിൽ എന്തോ മേടിക്കാൻ വന്നതാണ്. അപ്പൊ വാടക മേടിച്ചങ്ങ് പോവാലോ എന്ന്. സാധാരണ 5-ാം തീയതിയാണ് വാടക കൊടുക്കണേ. ഇത് അയാളെ പ്ലാനാണ് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ എത്തിയത്. ഇനി നോക്കി അയാൾ 1-ാം തീയതി കയറി വരും. നീ ഒരു കാര്യം ചെയ്യ്, അയാളടുത്ത് പറ 5-ാം തീയതിക്ക് മുമ്പ് വാടക തരൂലെന്ന് പറ. ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് നേരിട്ട് പറഞ്ഞൂടെ? എനിക്ക് അയാളെ സംസാരിക്കാൻ വയ്യ. ആ എല്ലാം എന്റെ തല കൊണ്ട് അങ്ങ് വെച്ചേക്കണം കേട്ടാ. അതെ, നീ ഏറ്റെടുത്ത കാര്യങ്ങൾ നീ ചെയ്യണം, ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും. അല്ല, നിങ്ങൾ ഏറ്റെടുത്ത കാര്യം എന്തൊക്കെയാ? അതിപ്പോ തന്നെ പറയണോ അതാ ഒരു പേപ്പറിൽ എഴുതി തന്നാ മതിയാ? അച്ഛൻ സാധനം എഴുതി കൊടുത്താൽ മതി. ഇത് മുടി എവിടെ? പുറത്തൊരിക്ക ഇവിടെ ഇല്ല. ഉണ്ട്, കുറെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി വർക്ക് ചെയ്യാൻ ഒരു ത്രില്ലുണ്ട് കേട്ടാ. അത് ഇനി ഒരു 2000 രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഇനി കുറച്ച് സാധനം കൂടെ വാങ്ങിക്കണം. നീ ഒരു കാര്യം ചെയ്യണം, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് വേല ചെയ്ത് കൊടുക്കണമെന്ന് വിചാരം. ഇതിനെപ്പറ്റി സംസാരിച്ചും പെക്കളാഞ്ഞു. ഓ പത്രം കിടക്കണ കിടപ്പുണ്ട്, ഇതാർക്കും വായിക്കൊന്നും വേണ്ടേ? ശരി ശരി ശരി. വന്നാ ബാലു, ബാലുവേ, ആ എന്ത്? ഓണർ വന്നു. ഓണർ വന്നെന്ന്. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോണു. ഇങ്ങോട്ട് വന്നേ. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ എപ്പോഴുള്ളതാ ഒരു തിരക്ക് കാണിക്കല്. എനിക്ക് അയാളെ സംസാരിക്കാനൊന്നും വയ്യ. ഞാൻ ഇവിടെ ഒരു സ്ഥലം വരെ വന്നേക്കണ്ടേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. ആണ്ടാ ആണ്ടാ പറഞ്ഞേണ്ട, അങ്ങനെ മരത്തിനെ നോക്കിയാണ് പറഞ്ഞത്. നമ്മൾ അതിന് മരം മുറിച്ച് വിറ്റാന്നാണ് അയാളെ വിചാരം. പിന്നെ മരം ഒന്ന് പോന്നു. ആ നമസ്കാരം. 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 ശരി. ഇദ്ദേഹം ഒന്നും പോയില്ല. ഭയങ്കര വർക്കായിരുന്നേ, അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങാൻ നേരത്താണ് താങ്കൾ വന്നത്. അകത്തോട്ടിരുന്നാലോ? വേണ്ട, പോയിട്ട് കുറച്ച് തിരക്കുള്ളതല്ലേ. ഭയങ്കര തിരക്കുള്ള ആളല്ലേ. ബിസിനസ് എങ്ങനെ ഡള്ള? ആ ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഹായ് അങ്കിൾ. ഹായ്. എങ്ങനെ പഠിപ്പെല്ലാം എങ്ങനെ പോണു മോള്? ഓ അടിപൊളിയായിട്ട് പോണ്ട്. എവിടെ മറ്റുള്ളവരൊക്കെ എവിടെ? ഒരുത്തിനകത്തിരിപ്പുണ്ട്, മറ്റവൻ പുറത്തേക്ക് പോയിരിക്ക. ചെറിയ കുട്ടി ട്യൂഷന് പോയി. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. 1 വർഷത്തേക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറൂല. കാരണം എവക്ക് കൊടുക്കാന്നുള്ള വസ്തു ഇല്ലേ, അല്ല എവിടെ വസ്തു എൻ്റെ പേരിൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വീട് വയ്ക്കുന്നതിന് നമ്മൾ ഇവിടുന്ന് മാറൂല. ഞാനതിന് നിങ്ങളോട് ആരും മാറാൻ പറഞ്ഞില്ലല്ലോ. ഹായ് അങ്കിൾ. ഹായ്. എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? വിശേഷം എല്ലാം നന്നായിട്ട് പോകണങ്ങളെ. ആ മുടിയൊക്കെ വളരെ വളർന്നല്ലോ. വളർന്നല്ലേ? വെട്ടാൻ പരിപാടി ഒന്നുമില്ലേ? ഈ അടുത്ത് വെട്ടാനുള്ള പ്ലാൻ ഒന്നും ഇല്ല അങ്കിളെ. ഉണ്ട് ഉണ്ട്, പളനി കൊണ്ടുവന്ന് മുട്ടയടിക്കാന്ന് നേർച്ച വളർന്നത്. എന്താണ് നല്ലത്. എണ്ണ നോക്കണില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പൈസക്കാരല്ലേ, എണ്ണ കേട്ട കാര്യമില്ലല്ലേ. എന്നാലും നമ്മൾ പൈസ എണ്ണി നോക്കണം. ഇത് നിങ്ങൾക്കൊരു ഗിഫ്റ്റാ. ഗിഫ്റ്റാ? എന്തത്? വേറൊന്നല്ലേ, ഇതിനു മുന്നേ ആരും ഇത്ര കൃത്യമായി വാടക തന്ന മറ്റാരും തന്നെ ഇല്ല. അതുകൊണ്ട് എൻ്റെ വൈഫിന് വളരെ നിർബന്ധമായിരുന്നു ഇങ്ങനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരണം. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അങ്കിളെ. ചായ കുടിച്ചു? വേണ്ട, നാരങ്ങ ഒന്നും വേണ്ട. ബൈ അങ്കിൾ. ബൈ. ബൈ അങ്കിളെ. ബൈ. നല്ല മനുഷ്യനല്ലേ. രാവിലെ കുളിച്ച് കൊടുത്തിരിക്കും, നല്ല ക്ലീൻ ഷാവും ചെയ്ത് പറഞ്ഞവരൊക്കെ നല്ലത്. നമ്മൾ പൊട്ടിച്ചു നോക്കാം. വാടാ പൊട്ടിച്ചു നോക്കാം. എന്തായിരിക്കും ആ കവറില്? എനിക്കറിയില്ലടാ. ഈ ഹൗസ് ഓണർ മുമ്പ് വെച്ചേ പൈസ കൊണ്ട് അമ്മേനെ കൊടുത്തതിരി അമ്മേന്റെ മേടിച്ചെടുത്തല്ലേ പോയി? മേടിച്ചാണ് അവള് ചാടി പിടിച്ചവള്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം ഈ പറയണത്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം. ആളാവും കിട്ടുന്ന ഒരു അവസരം പാഴാക്കല്ലേ കേട്ടാ. അയാളെ ഗിഫ്റ്റ് തന്നപ്പോൾ നീ വാങ്ങിച്ചതിനടി? അയാൾ തന്നോണ്ട് മേടിച്ച്. ആർക്ക് തന്ന്? അയാൾ എനിക്ക് തരാൻ നിന്ന് അപ്പം കാര്യം അങ്ങ് വലിയ ആളായിട്ട് വാങ്ങിച്ചോളാ. നീ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കണ്ടില്ല, ഞാൻ മേടിച്ച്, അത്രേ ഉള്ളൂ. നീ കാണൂല, സ്വന്തം ഭർത്താവ് അടുത്തുനിന്ന് കാണൂല. ഗ്രഹനാഥന് ഒരു വിലയും തരുത്. ആളായിക്കോട്ടെ ഇപ്പോ നല്ല മനുഷ്യൻ, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. അവർക്ക് മാർക്ക് കിട്ടും അയാൾക്ക്.
എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നീ ചിന്തിക്കണേ. ചിന്തിച്ച് കൂട്ടണം. ഇതിനകത്ത് വല്ല കഴിക്കാനുമായിരിക്കും. മാറിയിക്ക് അങ്ങോട്ട്. എന്ത് കണ്ടാലും തോന്നും കഴിക്കാനാണെന്ന്. ഹായ് ജ്ഞാനതി. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? സോറി, രംഗം മോശമായിരുന്നു അല്ലേ? ഇതേ കൊച്ചെ വലിയ ഓവർ സ്മാർട്ട് ആവല്ലേ ഏട്ടാ. പിള്ളേരായാലേ പിള്ളേരെ പോലെ നിൽക്കണം. ആ കുട്ടിമാവൻ എത്ര തവണ പറഞ്ഞതാ? നോക്ക്, അനുഭവിച്ചോ? മൂത്തവരെ ചെല്ലും അങ്ങനെയല്ല, മൂത്തവർ ചൊല്ലും മുതി നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ കഴിക്കും. ഓടക്കത് കഴിപ്പായിരിക്കും. ചേട്ടൻ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞ പഴഞ്ചൊല്ല, മാറ്റിപ്പിടി. പെണ്ണ് പൊട്ടിത്തെറിക്കണ തെറുപ്പുണ്ടാ? കുരുമുളക്. അതൊക്കെ പോട്ടെ, ഈ കവറിലെന്താ? എടി ഓർഡർ ഗിഫ്റ്റ് തന്നതാ. നമ്മൾ കറക്റ്റ് ആയിട്ട് വാടക കൊടുക്കുന്നുണ്ടേ. അതിങ്ങനെ വെച്ചാ മതിയോ? പൊളിച്ചു വെക്കണ്ടേ? തൊട്ട് വരുതായാല് എന്ത് കണ്ടാലും അപ്പൊ തുറന്നു നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. വിഷ്ണു, ഇതെടുത്ത് ദൂരെ കളയടാ. വല്ല ചുക്കാ ചുണ്ണാമ്പായിരിക്കും അതിൻ്റെ അകത്ത്. പിന്നെ വലിയ സംഭവമാണ്. വാടക കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, സമ്മാനം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നമ്മളൊരുമാതിരി മണ്ടന്മാരാക്കാനുള്ള പരിപാടി. ആവശ്യമില്ല എന്തൊക്കെ ചിന്തിച്ചങ്ങ് പറഞ്ഞോളൂ, ബോധമില്ല. അതാകില്ല. എടി നിനക്ക് വല്ല കീഴും കിഴക്കും അറിയാടി. ആരെങ്കിലും ഒരു മുട്ടായി തൊണ്ട് കൊടുത്താൽ മതി, ഭയങ്കര സ്വർഗമാണാവും. ആ എനിക്കിപ്പോ സ്വർഗമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞേക്കാം. ഇവിടുത്തെ ഗ്രഹനാഥൻ ഇതൊന്നും ഇഷ്ടമല്ല, തിരിച്ചു കൊണ്ടുപോയേക്കാൻ. എന്റെ പേരൊന്നും പറയല്ലേ. ഞാൻ പറയും. അമ്മ അങ്ങനെ ചെയ്യലട്ടെ, മോശമാണ്. അവിടെ കൊണ്ട് വെച്ചേക്കാം, അയാൾ വന്ന് എടുത്തോണ്ട് പോയിക്കോളൂ. അമ്മ ഇതെന്താ അമ്മ ഇത്? അച്ഛാ വാ, നമുക്ക് എന്തായാലും പോയി നോക്കാം. ചിലപ്പോ എന്തെങ്കിലും വിലപിടിപ്പുള്ളതായിരിക്കും. വാ, പിന്നെ സോപ്പൊട്ടി വല്ലായിരിക്കും. നീ പോടാ ഇറക്കാം അവിടുന്ന്. നീ വേറെ പണിയുണ്ട്. നമുക്ക് നീ വരുന്നുണ്ടെങ്കിൽ വാ. തുറക്ക, അവിടെ നോക്കാം, അവിടെ എത്തിട്ട് തുറക്കാം. തുറക്കുമ്പോ അറിയാലോ എന്താണ്. ഇതുവരെ തുറന്ന് നോക്കിയില്ലേ? ഇവിടെ എത്തിയിട്ട് തുറക്കാം ചേച്ചി. അമ്മ തുറക്ക്, എന്റെ ചെമ്മട നെല്ലിപ്പിലേക്ക് ഇപ്പം പോകും. എന്നാ മതി, തുറക്ക് തുറക്ക്. എനിക്കൊന്നും നീ തുറക്കോട്ട്. പിന്നെ തരക്ക്. ഞാൻ തുറക്കാം. ഗ്ലാസ് ആണെന്ന് തോന്നിട്ടാ. 25 രൂപ പ്ലാസ്റ്റിക് ഗ്ലാസ് കൊണ്ട് ഞെളിഞ്ഞ് കൊണ്ട് നിൽക്കണേ കള്ളായി. കപ്പ്. എന്റെ പടം. കാണിച്ചേ നോക്കട്ടെ. അടിപൊളി. എന്റെ പൊന്നോ, സൂപ്പർ. ഇതൊരു നല്ല പാടോട്ട് പണിയിപ്പിച്ച് ശിവാനിയുടെ ഫോട്ടോ. നിന്റെ ഫോട്ടോ കൊള്ളാല്ലേ? തമ്പി അട മാസ്. എന്റെ ഉണ്ടാവില്ല. നല്ല ഫോട്ടോടാ. പറയണ പൊട്ടിക്കലേട്ടാ. എന്റെ ഇടറാ, എന്റെ ഇടറാ. നോക്കട്ടെ നോക്കട്ടെ. കൊള്ളാല്ലേ? ആ ഇത് കൊള്ളാം. കേശു എടാ എന്റെ ഇടറാ. ഞാനുണ്ട്, ഞാൻ ഇതിനകത്ത് ആഫ്രിക്കൻ. എന്റെ ഇടറാ. നോക്കട്ടെ, കുറെ ഇരിക്കല്ലേ ബാലുവിന്റെ അല്ല അത് അച്ഛന്റെ, അത് അച്ഛന്റെ. എടുക്കട്ടെ. അയ്യോ, ഇതിനെന്തൊന്നും ഇല്ലേ? ഇവിടെ കൊണ്ട് കാണും. അത് നോക്ക്. അകത്താണ് ഇവിടുന്ന് ഉണ്ടാവന. ഒന്നുമില്ല, പ്ലെയിൻ. ഇത് അച്ഛനുള്ളതല്ലേ? വേറെ ഉണ്ടോ? ഇല്ല, വേറെ ഇല്ല. എന്ത് പണിയാ അച്ഛാ കാണിച്ചേ? അത് തന്നെ, അച്ഛൻ ഒറ്റപ്പെടുത്തിയ പോലെ അല്ലേ? ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അച്ഛനും കൂടി പരിഗണിക്കണമായിരുന്നു. ആർക്ക് പരിഗണന? എനിക്ക് പരിഗണന ഒന്നും വേണ്ട. എനിക്കറിയാം അയാൾക്ക് എന്നെ പിടിക്കണില്ല. കപ്പില് പടം ഒട്ടിച്ചോണ്ട് വന്നിരിക്കണ അയാളെ ലക്ഷ്യം വേറെയാണ്, എനിക്കറിയാം. അമ്മ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കാം. അച്ഛനെ വിഷമിപ്പിച്ചേട്ടെ, നമുക്ക് ഗിഫ്റ്റ് വേണ്ട. ആർക്ക് വിഷമം? എനിക്കെന്ത് വിഷമം? എനിക്ക് വിഷമൊന്നുമില്ല. പടം ഇല്ലെന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് വിഷമം? നിങ്ങൾക്ക് കിട്ടിയ സാധനം കൊണ്ട് നിങ്ങളിപ്പോ ബാലു ഒന്നും കണ്ട് അധികം സന്തോഷിക്കുകയില്ല, ദുഃഖിക്കുകയില്ല, സമത്തിന് പോകും. എടാ അച്ഛന് വിഷമില്ല. അപ്പൊ സീനില്ല, വാ. അച്ഛന്റെ കപ്പ്. എന്നാ ബാലു, ബാലുവിന്റെ ഒപ്പം. അത്രയും പോരാ, എന്റെ തന്നെ സൂപ്പർ. എന്നെ കൊള്ളാവോ? വിഷമം പോലെ എന്നെ നോക്കമ്മ. നന്നായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. വാ, നമുക്ക് കൊണ്ടുവെക്കാം. വെള്ള കപ്പ്. ഇനി എന്റെ മനസ്സ് വെള്ളയാണെന്നുള്ളതാണോ എന്റെ ഉദ്ദേശം? ശുദ്ധം അതോ മനസ്സിലൊന്നും ഇല്ലേ ആണോ ഉദ്ദേശം? പക്ഷെ അടിച്ച് താത്തളഞ്ഞെന്നെ. പടം വരായിരുന്നു, മറന്നുപോയിക്കാണോ? പിള്ളേരെ വാ. കേശു, ശിവ, ലച്ചുവേ. എടാ വിഷ്ണു വിളിച്ചിട്ടുണ്ടോ? ചേട്ടാ ദേ ഇത് സംഭവമൊന്നുമല്ല. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്.
നമ്മളെ വിറ്റ കാശ് അവന്റെ ഉണ്ട്. ആരുടെ ആ ഹൗസ് ഓണറെ. എന്തിനാ അദ്ദേഹത്തെ അവന് വരുന്നൊക്കെ പറയണേ? അദ്ദേഹം ഒരു മാന്യനല്ലേ? ദേഹം ഒരു കാര്യം ചെയ്യാം, ഇനി അവൻ വരുമ്പോഴേ ഞാൻ തമ്പുരാനെ വിളിക്കാം. വേണ്ട, രാജാവേന്ന് വിളിക്ക്. രാജാവ് ആ ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം ചെയ്യും, ആ രാജാവ് വരുമ്പം ഇനി വാടക പൈസ അവന്റെ അക്കൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. നേരിട്ട് ഈ കയ്യിൽ കൊടുക്കണ ഇടപാട് നിർത്ത്. ഞാനേ അക്കൗണ്ട് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞതാ. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു വന്ന് മേടിച്ചോളാന്ന്. എല്ലാ മാസം വന്ന് വീട് കാണുകയും ചെയ്യാലോ. എല്ലാ മാസം വന്ന് കാണാമല്ലോ വീട്. എന്നിട്ട് ആരടി വീട് ഇത്രയും വലിയ വീടല്ലേ, വന്ന് കാണുമ്പോ അതിന് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് വരണതാ. വരട്ടെ. നീ ഇനി എന്ത് പറഞ്ഞാലും അവൻ ശരിയല്ല. കാണുമ്പോ തന്നെ വില്ലന്റെ ലുക്കാണ്. ഒന്ന് പോ അച്ഛാ. ആ അങ്കിളിനെ കണ്ട നല്ല ജെന്റിൽമാൻ ലുക്കാണ്. എടി നിന്റെ അച്ഛന് പണ്ടേ നല്ല ആൾക്കാരെയൊന്നും ഇഷ്ടമല്ല. മക്കളെ നിനക്ക് ചായ വേണമെങ്കിൽ വാ. എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് കപ്പി ചായ മതി. എനിക്ക് അത് തന്നെ മതി, എടുക്കാം. ഞാനും പോയി എടുത്തിട്ട് വരാം. അയ്യാ കപ്പ് കെട്ട തറയിലൊന്നുമല്ല, നോക്കിയാ വീട് നക്കുറ മുക്കറ പോട്ടു. അമ്മ അപ്പൊ എന്റെ കപ്പ അവിടെ അടുക്കളയിൽ പണ്ട് എടുത്തോണ്ട് വാ. എന്തായാലും ഞാൻ ഇതെല്ലാം സ്ഥലമുള്ള കപ്പില്ലേ കൂച്ചു കപ്പ് ഉപ്പ് കിപ്പ് എല്ലാത്തിനും പ്രാന്ത. എനിക്ക് ഇതിനകത്ത് ചായ, ഇതിനകത്ത് ചായ. ഞാനേ എന്റെ കപ്പ് എടുത്തുണ്ടോ എനിക്കതിന് ചായ എടുത്തിട്ടാ. എന്റെ കപ്പ് അടിപൊളി കപ്പ് നോക്ക്. കന്ന് ആടിയാ ചാടിയ കാണാൻ കൊള്ളാം. കാളാ ചാടിയ ആ ഗന്ധന് കാണാൻ കൊള്ളാം. അയ്യോ തുള്ളിച്ചാടി നടന്നൊക്കെ കൊച്ചു പിള്ളേരെ പോലെ സ്വന്തം കപ്പ് പടം വെച്ച കപ്പില്ല കൂച്ചു ചായ അവള്. ഇതിനാണ് പറയണ അസൂയാന്ന്. അസൂയ എനിക്ക് എന്തിനാ അസൂയ? അസൂയാണ് കൂട്ടമ്പിള്ളേരെ നമ്മളെ. എനിക്കെന്താ അസൂയ? അച്ഛന്റെ മുഖത്ത് എഴുതി വെച്ചിട്ട് അച്ഛൻ അസൂയ ഉണ്ടെന്ന്. അത് മാത്രമല്ല അച്ഛന് നല്ല വിഷമമുണ്ട്. എനിക്കെന്ത് വിഷമം? പാടാടുന്നു അച്ഛാ അച്ഛന്റെ വെള്ള ഗ്ലാസ് പോയി എടുത്തോണ്ട് പോവാ. ഞാൻ അതിനകത്ത് ചായ വെച്ച് തരാം. അപ്പൊ അച്ഛൻ വിഷമം എന്നെ പോകും. ശരിയാട്ടാ. കളവൻ കേശു എടാ മുടിയാ എടി വെള്ളിമുങ്ങ എടി കന്തരി കളിക്കല്ലേ കൂട്ടമ്പിള്ളേരെ നമ്മളെ. വഴക്കാ അച്ഛാ ചിരിക്കേ. ചായ ചായ കുടിക്കേ. വേണ്ട ചായ കുടിക്കുന്നേ. വേണമെന്ന് പറഞ്ഞില്ലേ എടുത്ത് പോകരുത്. ഇതാ കുടിക്കി ചായ കുടി കുടിക്കുന്നേ. ഇത് ഫോട്ടോ ഈ പഴയ മുട്ടടിക്ക് മുമ്പുള്ള ഫോട്ടോയില് അയാൾ എന്തൊക്കെ പറഞ്ഞില്ല, അല്ല അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞില്ലേ. കൊള്ളാം, ഇപ്പൊ കാണുന്ന കാലം കൊള്ളാം കേട്ടോ. എന്നായിരിക്കും പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എന്റെ കപ്പില് പടം വലിയ പെട്ട ഫോട്ടോ വെച്ചപ്പോഴേ ഭയങ്കര ടേസ്റ്റ് കൂടി. എല്ലാരും ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ചായ കുടിച്ചിട്ടുണ്ട്. ഓ ശരി മുതലാളി. സ്വന്തം പടത്തില് ചായ കുടിക്കുന്ന ഇപ്പോഴാണ്.